എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഖിൽ പാൾ അനാസ് ഖാനിൻ്റെ സംവിധാനത്തിൽ വന്ന ഐഡൻറ്റിറ്റി എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പടത്തിൻ്റെ തുടക്കത്തിൽ ഒരു തുണിക്കടയിൽ ലേഡീസ് ഡ്രസ്സ് മാറ്റുന്ന സീൻ വന്നിട്ട് മൊബൈലിൽ ഒരുത്തൻ പകർത്തുകയും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്യുന്നു. ഒരു സാഹചര്യത്തിൽ വന്നിട്ട് ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവൻ കൊലപ്പെടുന്നു. അപ്പോൾ ഈ കൊല കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കർണാടകത്തിൽ നിന്ന് വിനയ് വരുന്ന ഒരു പോലീസ് അധികാരിയായിട്ട്, അങ്ങനെ കൂടെ തൃഷയും കൂട്ടിയിട്ട് വരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊല കണ്ടത് വന്നിട്ട് തൃഷയാണ്. അപ്പോൾ അതിൻ്റേതായ എൻക്വയറി നടക്കുന്ന സമയത്ത് ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ട്, അപ്പോൾ തൃഷ അയാളുടെ അടയാളങ്ങളൊക്കെ പറയും. അപ്പോൾ അത് സ്കെച്ച് ചെയ്യും. അവസാനം നോക്കിക്കഴിഞ്ഞാൽ അത് ടൊവിനോ തോമസിനെ വരച്ചു വെച്ചിരിക്കും. ടൊവിനോ തോമസും അവിടെയുള്ള ഒരു ആൾ തന്നെയാണ്. അപ്പം തൃഷേനെ വിളിച്ച് എൻക്വയറി ചെയ്യും, എന്തിനാ ഇയാളെ വരച്ചത്, അപ്പോൾ ഇയാളെ വരച്ചതിനുണ്ടായ കാരണം എന്താണ്, പിന്നെ വിനയ്ക്ക് ഈ കേസിനോട് എന്താ ഇൻട്രസ്റ്റ്, ടൊവിനോ തോമസിനും ഇതിനും എന്താ സംബന്ധം, അവസാനം ഈ കൊല ചെയ്തത് ആരാണ് എന്നുള്ളത് കഥ. എന്നിരുന്നാലും അതുമല്ലാണ്ട് ഇതിലൊരു എക്സ്ട്രാ ഒരു കഥയും കൂടെ ഉണ്ട്. അതെന്താണ്? അതാണ് ഈ പടത്തിൻ്റെ കഥ. പടത്തിൻ്റെ ആരംഭത്തിലൊരു കഥ പറയുന്നു. ആ കഥ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. കാരണം അടുത്ത ഇതാണ് നടക്കാൻ പോകുന്നത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സാധാരണ ചില മലയാള സിനിമയിൽ ചെയ്യും, നമ്മളൊരു കഥ ഇതാണ് എന്ന് പ്രതീക്ഷിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതല്ല കഥ, വേറൊരു കഥയാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകും. അത് ഈ പടത്തിലും ചെയ്യുന്നുണ്ട്. രണ്ടാമത് വരുന്ന കഥ നന്നായിട്ടുണ്ടായിരുന്നു. അതായത് നല്ല ചിലവൊക്കെ ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഈ ആദ്യത്തെ കഥ വരുന്നത് വളരെ സ്ലോ ആയതുകൊണ്ടും വളരെ വലിഞ്ഞു പോകുന്നതുകൊണ്ടും, രണ്ടാമത്തെ കഥ വരുമ്പം ആ കഥയോട് എന്താ പറയുക, സാമ്യമുള്ള പോലെ വരുന്നതുകൊണ്ടും നമുക്ക് അത് വളരെ ബോറടിക്കുന്ന പോലെ ഒന്നും തോന്നി. എടുത്ത വിധമൊക്കെ അടിപൊളിയായിരുന്നു. അതേപോലെ നന്നായിട്ട് ചിലവ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ആ കഥയ്ക്ക്. അതല്ലാണ്ട് 2 ഫൈറ്റുകൾ അടിപൊളി ഇടിവെട്ട് ഫൈറ്റുകളായിരുന്നു. ഈ ആദ്യം പറഞ്ഞ പോലെ ഈ കുറച്ച് വലിവ് നമുക്ക് ബോറടിപ്പിച്ചുകൊണ്ട് ഇതൊന്നും എൻജോയ് ചെയ്യാൻ സാധിച്ചില്ലയോ എന്നൊരു ഫീലിംഗ് എനിക്കുണ്ട്. സിനിമയുടെ ആദ്യം ആ ബ്ലാക്ക് മെയിലർ കൊല ചെയ്യപ്പെടുന്നത് ഏകദേശം സിനിമ തുടങ്ങിയ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കൊല ചെയ്യപ്പെടുന്നത്. അതിനുശേഷം നമുക്കത് മനസ്സിലാകും ഇയാളാണ് കൊല്ലുന്നത്. എന്തായാലും അറിയാലോ, ഒരു വൃത്തികെട്ടവനെ കൊല്ലുന്നത് എന്തായാലും വൃത്തികെട്ടവന്മാരായിരിക്കില്ല, ഒരു നല്ലവനായിരിക്കും, അത് ഇവനായിരിക്കും എന്ന് നമുക്ക് പടത്തിൽ തീർച്ചയായും അത് ഓപ്പൺ പ്ലേ ആയതുകൊണ്ട് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ പടത്തിന് വന്നിട്ടൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലനില്ല. അതേപോലെ ഹീറോയുടെ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്, അത് ഇതിന് സംബന്ധമില്ലാണ്ട് അതൊരു ബോറടി ആയിപ്പോയി തോന്നി. അതേപോലെ തൃഷയുടെ ക്യാരക്ടറൊക്കെ അവർ വേസ്റ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കാരണം തൃഷയ്ക്ക് യാതൊരു ക്യാരക്ടറില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബൊമ്മ പോലെ ആൻസർ പറയുന്നു. അതേപോലെ എന്താ പറയുക, ഈ കഥ എടുത്തിരിക്കുന്നത് അവരുടെ സൗകര്യത്തിന് വളച്ചെടുത്ത പോലെ ഒരു ഫീലിംഗ്. കാരണം എന്താ പറയുക, വില്ലനാണെങ്കിലും ശരി, പോലീസ് അധികാരിയാണെങ്കിലും ശരി, അവസാനം തൃഷേനെ കൊണ്ടുവന്ന് വയ്ക്കുന്നതും ശരി, ഒക്കെ ഒരേ ഫ്ലാറ്റിൽ. അതെന്താ ഫ്ലാറ്റ് വഴക്കാണോ എന്നുള്ളൊരു ഫീലിംഗ് പോലെ പോകുന്നു. അതേപോലെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ഫ്ലൈറ്റിൽ നടക്കുന്ന സീൻസുകളൊക്കെ നല്ല ലോജിക്കിന് യോജിച്ച പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കാണാൻ. അതേപോലെ ഒരു എയർ ട്രാഫിക് സീന്, അതൊക്കെ അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവേ ചില മലയാള സിനിമകളിൽ കാണിക്കും, ഒരു കഥ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ട് രണ്ടാമത് വന്നിട്ട് ഇതല്ല കഥ, വേറൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ കാണിക്കുന്ന പോലെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഈ സിനിമ. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ വന്നിട്ട് ഫസ്റ്റ് കഥ കൊണ്ടുപോയിട്ട് സെക്കൻഡ് ഹാഫിൽ രണ്ടാമത്തെ കഥ വരുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ വലിച്ചിഴച്ചുകൊണ്ട് നമുക്ക് ഈ സെക്കൻഡ് ഹാഫിൽ ഇരുന്നിട്ട് കാണാനൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് പോയി എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. അതേപോലെ ഇവർ ഈ കഥ എടുത്തിരിക്കുന്നത് അവരുടെ സൗകര്യത്തിനായതുകൊണ്ട് പടം തീർന്നു വീണ്ടും തുടങ്ങുന്നു, പടം തീർന്നു വീണ്ടും തുടങ്ങുന്നു, പടം വീണ്ടും തീർന്നു തുടങ്ങുന്നു എന്നുള്ള രീതിയിൽ ഒരു ഫീലിംഗ് കൊണ്ടുവരുന്നു. മൊത്തത്തിൽ നമ്മളെ കൊണ്ട് വയ്യ. അപ്പോൾ ശരി, എന്നാൽ ബൈ.